ഫ്ലെക്ഷൻ. തെറാബാൻഡിന്റെ ഒരു അറ്റം കാൽക്കീഴിൽ അമർത്തി നിർത്തുക. മറ്റേ അറ്റം കയ്യിൽ പിടിക്കുക. കൈ നേരെ നീട്ടിയ നിലയിൽ താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തുക. 1-2 സെക്കൻഡ് നിർത്തി പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇത് 3 തവണ 10 പ്രാവശ്യമായി ആവർത്തിക്കുക. ഈ വ്യായാമം തോളിലെ മുൻഭാഗത്തുള്ള മസിലുകളെ ശക്തിപ്പെടുത്തുന്നു. എക്സ്റ്റൻഷൻ. തെറാബാൻഡ് ഒരു ഉറപ്പുള്ള സ്ഥലത്ത് കെട്ടുക. കൈകൾ നേരെ നിർത്തി പിന്നോട്ട് വലിക്കുക. 2 സെക്കൻഡ് നിർത്തി പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക. 3 തവണ 10 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. ഈ വ്യായാമം തോളിലെ പിൻവശ മസിലുകളെ ശക്തിപ്പെടുത്തുന്നു. അബ്ഡക്ഷൻ. തെറാബാൻഡ് കാൽക്കീഴിൽ അമർത്തി നിർത്തുക. കയ്യിൽ ബാൻഡ് പിടിച്ച് കൈമുട്ട് നേരെ നിർത്തി ഒരു വശത്തേക്ക് പതുക്കെ ഉയർത്തുക. 1 സെക്കൻഡ് നിർത്തി പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക. 3 തവണ 10 പ്രാവശ്യം എന്ന രീതിയിൽ തുടരുക. ഈ വ്യായാമം കൈയിലെ ഡെൽറ്റോയിഡ് സുപ്രാസ്പൈനാറ്റസ് മസിലുകൾക്ക് ശക്തി നൽകുന്നു. അഡക്ഷൻ. തെറാബാൻഡ് ഒരു ഉറപ്പുള്ള സ്ഥലത്ത് കെട്ടുക. കയ്യിൽ ബാൻഡ് പിടിച്ച് കൈമുട്ട് നേരെ നിർത്തി ശരീരത്തിനടുത്തേക്ക് വലിക്കുക. എക്സ്റ്റേണൽ റൊട്ടേഷൻ. തെറാബാൻഡ് ഒരു ഉറപ്പുള്ള സ്ഥലത്ത് കെട്ടുക. കയ്യിൽ ബാൻഡ് പിടിച്ച് കൈമുട്ട് 90 ഡിഗ്രിയിലാക്കി ബാൻഡ് മുന്നോട്ട് വലിക്കുക. ഇത് ചെയ്യുന്നതിലൂടെ തോളിലെ സബ്സ്കാപ്പുലാരിസ് മസിൽ ശക്തിപ്പെടുകയും പരിക്കുകൾ കുറയുകയും കൈയുടെ ആന്തരിക ചലനങ്ങൾ കൂടുതൽ നിയന്ത്രിതവുമാക്കുന്നു. ഇന്റേണൽ റൊട്ടേഷൻ. തെറാബാൻഡ് ഒരു ഉറപ്പുള്ള സ്ഥലത്ത് കെട്ടുക. കയ്യിൽ ബാൻഡ് പിടിച്ച് കൈമുട്ട് 90 ഡിഗ്രിയിലാക്കി ബാൻഡ് പിന്നോട്ട് വലിക്കുക. ഈ വ്യായാമം തോളിലെ ഇൻഫ്രാസ്പൈനാറ്റസ് തെരസ് മൈനർ മസിലുകൾക്ക് ബലം നൽകുകയും ചലന നിയന്ത്രണം മെച്ചപ്പെടുത്തുകയും തോളിൻ്റെ സ്ഥിരത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വ്യായാമങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ഉടനടി നിർത്തുക. സന്ധിയിൽ നീരുണ്ടെങ്കിലോ അടുത്തിടയ്ക്ക് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക.